ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് ആരാധകരും ബ്ലാസ്റ്റേഴ്സ് ടീമും ഈ സീസൺ ഇറങ്ങുന്നത്. പല താരങ്ങളുടെ ട്രാൻസ്ഫർ സാഗ മാറ്റി നിർത്തിയാൽ ഹയസ്റ്റ് ലെവലിൽ കമ്പീറ്റ് ചെയ്യാനുള്ള ടീം ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലുണ്ട്. ഈ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഒരു ഓവറോൾ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. വൺസ് അഗൈൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. ആദ്യം തന്നെ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഏരിയ ആണ് ഫോർവേഡ് ലൈൻ. പ്രത്യേകിച്ചും ലാസ്റ്റ് സീസൺ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായ ഡയമൻഡോസ് ടീം വിട്ടത് ടീം എങ്ങനെ കോപ്പപ്പ് ചെയ്യുമെന്ന് ആരാധകരും കാത്തിരിക്കുന്നുണ്ട്. ജീസസ് ഹിമെനസ് തന്നെയാകും നമ്മുടെ നമ്പർ 9 റോൾ ഈ സീസണിൽ കളിക്കാൻ പോകുന്നത്. ബാക്കപ്പായി സൊത്തീരിയും പെപ്പറയും ഉണ്ട്. ഇതിൽ ഡുറന്റ് കപ്പിലും പ്രീ സീസണിലും ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കർ എന്ന റോളിൽ പെപ്പറ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഒരു ടാർഗറ്റ് മാൻ റോൾ പെപ്പറയ്ക്ക് ടീമിൽ കളിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ജീസസ് ഹിമെനസ് ഒരു നാച്ചുറൽ സ്ട്രൈക്കർ അല്ല, സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളിലാണ് ഇദ്ദേഹം മുൻ ക്ലബ്ബുകളിൽ തിളങ്ങിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ പൊസിഷൻ മാറ്റം എങ്ങനെ ഇദ്ദേഹം അഡാപ്റ്റ് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. പ്രീവിയസ് ക്ലബ്സിൽ സ്ട്രൈക്കർ റോളിലും കളിച്ച എക്സ്പീരിയൻസ് ജീസസ് ഹിമെനസ് എന്ന ഈ സ്ട്രൈക്കറിനുണ്ട്. അതും ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. പിന്നീട് വിങ്ങിൽ നവോ സദോയ് ഉണ്ട്, ഡുറന്റ് കപ്പ് ഗോൾഡൻ ബൂട്ട് വിന്നർ. ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിനാകും സദോയ് ഈ സീസണിൽ. സ്റ്റാർ കൂടുതലും സദോയ്ക്ക് ഒരു ഫ്രീ റോളാണ് ഗെയിംസുകളിൽ നൽകാറുള്ളത്. ഇതും ISL തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ് വിങ്ങിൽ നമ്മുടെ ഓപ്ഷനാണ് രാഹുൽ KP. ശരിക്കും റൈറ്റ് വിങ്ങിൽ മറ്റൊരു ബാക്കപ്പ് ഓപ്ഷൻ ടീമിലില്ല. സൗരവ് പ്രൂവൺ അല്ല ISL. ഐമനത്തെ റൈറ്റ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, അതും വയബിളായി പേഴ്സണലി തോന്നിയിട്ടില്ല. ആദ്യ ഗെയിമിൽ സദോയ് കളിക്കുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ട്സും പുറത്തു വരുന്നത്. പിന്നീട് നമ്മുടെ ലൂണ, സദോയുടെ വരവ് ലൂണയെ കുറച്ചുകൂടി ഫ്രീ ആക്കും ഈ സീസണിൽ. നമ്മുടെ വീക്ക് പോയിന്റ് മിഡ്ഫീൽഡ് തന്നെയാണ്. പ്രത്യേകിച്ചും ജീക്സന്റെ ആബ്സെൻസ് ഹോൾഡിംഗ് മിഡ് കളിക്കാൻ കാലിബറുള്ള ഒരു പ്ലെയർ ടീമിൽ നിലവിലില്ല. ഫ്രെഡിക റോളിൽ ഇതുവരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന്റെ നിരവധി ഓപ്ഷൻസ് നമുക്കുണ്ട്. ഡാനിഷ് ഫാറൂഖ്, അസർ, ഒയ് അൻവ, വിപിൻ മോഹനൻ. മുഹമ്മദ് അൻസിനെതിരെയുള്ള ഗെയിമിൽ കോഫാണ് നമുക്ക് വേണ്ടി പിവോട്ടിൽ ഇറങ്ങിയത്. കോഫ് ആസ് എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് വിപിന് കുറച്ചുകൂടി ബോക്സിൽ ടൈം സ്പെൻഡ് ചെയ്യാനും പെർഫോം ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ മിഡിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട പ്ലേയേഴ്സാണ് ഒയ് അൻവയും അസറും. ഇവർ രണ്ടുപേരെയും സ്റ്റാർ അത്യാവശ്യം ചാൻസസ് നൽകുന്നുണ്ട് ഗെയിമിൽ. മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫാറൂഖിന് വർക്കറേറ്റ് ഉണ്ടെങ്കിലും മിഡിൽ ആ ഒരു ടെക്നിക്കൽ എലഗൻസ് ഡാനിഷിനില്ല. കോഫ് ഡിഫൻസീവ് മിഡ് ആവുകയാണെങ്കിൽ കോഫ് വിപിൻ മോഹൻ പെയറിംഗ് മിഡിൽ നമുക്ക് കാണാം. മിഡിൽ ഓപ്ഷൻസ് ഉണ്ട്, ടാലന്റഡ് പ്ലേയേഴ്സും ഉണ്ട്. ബട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഇഷ്യൂ തന്നെയാണ്, പ്രത്യേകിച്ചും ISL പോലെ ലീഗിലേക്ക് വരുമ്പോൾ. പിന്നീടുള്ളത് ഡിഫൻസ് ലൈനാണ്. സെൻട്രൽ ബാക്കായി കോഫ് ഇവിടെ എത്തുവാണെങ്കിൽ കോഫ് ഹോർമിപാം പെയറിംഗ് ആകും നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം പ്രീതം കോട്ടാൽ ഹോർമി പെയറിംഗ്. ലെഫ്റ്റ് ബാക്കായി സഹീഫും നവോച്ചയും നമ്മുടെ ഓപ്ഷൻസ് ആണ്. സഹീഫിന് എന്തായാലും സ്റ്റാർ അവസരം നൽകുമെന്ന് ഉറപ്പാണ്. റൈറ്റ് ബാക്ക് റോളിൽ സന്ദീപ് സിംഗും ഐബനും ഓപ്ഷൻസ് ആണ്. ഇതിൽ ഐബനത്തെ റൈറ്റ് ബാക്ക് നമ്മൾ പ്രീ സീസൺ മാച്ചസിൽ കുറെ കണ്ടു. ISL പോലെ ലീഗിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഫസ്റ്റ് സീസൺ കുറച്ചുകൂടി ഡിഫൻസീവ് മെന്റാലിറ്റി ആകും സ്റ്റാറിൽ നിന്ന് വരുന്നത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അത് ആക്ച്വലി നാച്ചുറൽ തന്നെയാണ്. ടീമിന്റെ ഓവറോൾ സ്ട്രെങ്ത് വീക്ക്നെസ് കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ISL സീസണിന് മുൻപായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായി ഒരു ഗീവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, എല്ലാവരും ISLന്റെ ആവേശത്തിലെന്നറിയാം. ഈ ആവേശം കുറച്ചുകൂടി പൊളിപ്പിക്കാൻ വേണ്ടി എക്സ്ട്രാ ടൈമും ഗോൾ സ്വിച്ചും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഗീവ് അവേയിൽ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 3 പേർക്ക് അവർക്ക് ഇഷ്ടമുള്ള KBFC മാച്ച് കാണാനുള്ള മാച്ച് ഡേ ടിക്കറ്റും അതിനോടൊപ്പം ഗോൾ സ്വിച്ച് സ്പോൺസർ ചെയ്യുന്ന KBFC റിലേറ്റഡ് കസ്റ്റമൈസ് ഓവർ സൈസ് ടീഷർട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഗോൾ സ്വിച്ച് എക്സ്ട്രാ ടൈം എന്നീ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മാച്ചായ പഞ്ചാബ് FCക്കെതിരെയുള്ള മാച്ചിന്റെ സ്കോർ ലൈൻ കമന്റായി രേഖപ്പെടുത്തുക. അതിൽ നിന്ന് നമ്മൾ റാൻഡമായി പിക്ക് ചെയ്യുന്ന 3 പേരാകും ഈ ഗീവ് അവേയുടെ വിന്നേഴ്സ്. ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.